നമ്മുടെ റെയർ എർത്ത് വളരെ കെയർഫുള്ളായിട്ട് നമ്മൾ കൈകാര്യം ചെയ്യേണ്ട ഒരു വസ്തുവാണ്. ഇത്രയും കാലം നമ്മൾ ഈ പറയപ്പെട്ട 1947 മുതൽ ഇതുവരെയുള്ള കാലഘട്ടത്തിൽ നമ്മൾ അതിനെ പരിരക്ഷിക്കുകയും ചെയ്തിരുന്നു. കാരണം ലോകത്താകെയുള്ള റെയർ എർത്തിൻ്റെ ഒരു 5% ഇന്ത്യയിലുള്ളൂ. 45% മറ്റ് ചൈനയിലാണുള്ളത്. അങ്ങനെയുള്ള വളരെ അപൂർവമായ വസ്തുവാണ് ഈ റെയർ എർത്ത് എന്ന് പറയുന്നത്. അത് കൈകാര്യം ചെയ്യുന്നതും അതുപോലെ കെയർഫുള്ളായിട്ട് തന്നെ വേണം. കാരണം നമ്മുടെ ഇവിടുന്ന് വെറുതെ റെയർ എർത്ത് മണലായിട്ട് അല്ലെങ്കിൽ ആ സാധനങ്ങളായിട്ട് കയറ്റിക്കൊണ്ട് പോകുകയാണെങ്കിൽ അതിനെ ആറ്റം ബോംബ് വരെ ആക്കി മാറ്റാനുള്ള സൗകര്യങ്ങളുണ്ട്. തോറിയം പോലെയുള്ള വസ്തുക്കളൊക്കെ ഇതിനകത്തുണ്ടല്ലോ. അത് കാരണം അപ്പോൾ വളരെ കെയർഫുള്ളായിട്ട് തന്നെ നാം എടുക്കേണ്ട ഒരു കാര്യം തന്നെയാണ്. പക്ഷേ ഇവിടെ വി.ഡി. സതീശൻ അത് അദാനിക്ക് കൊടുക്കുന്നെന്നോ അല്ലെങ്കിൽ അത് ആ തരത്തിൽ പ്രയോജനപ്പെടുത്താൻ പോകുന്നു എന്നുള്ള യാതൊരു ധ്വനിയുമില്ല. എനിക്ക് തോന്നുന്നില്ല ബഹുമാനപ്പെട്ട ധനമന്ത്രി വി.ഡി. സതീശൻ അത്തരം സങ്കുചിതമായ രീതിയിൽ ഇതിനെ കാണുമെന്നും അദ്ദേഹത്തിന് ഇതിൻ്റെ അനന്തരഫലങ്ങൾ അറിയില്ലെന്നും എനിക്ക് തോന്നുന്നില്ല. അദ്ദേഹം ഇത് കൃത്യമായി മനസ്സിലാക്കുന്ന വ്യക്തി തന്നെ ആയിരിക്കും. പക്ഷേ ഈ പ്രാവശ്യത്തെ കേന്ദ്ര ബജറ്റിൽ മിസ്റ്റർ കുഞ്ഞിക്കണ്ണൻ ഓർക്കുന്നുണ്ടാകും, ഒരു മിനറൽ കോറിഡോർ എന്ന കോൺസെപ്റ്റ് കേന്ദ്ര ഗവൺമെൻറ് കൊണ്ടുവന്നിട്ടുണ്ട്. ഇനി കേരളം അതിൽ കൈവയ്ക്കാൻ പോകുന്നില്ല എന്ന് വെച്ചാൽ തന്നെ കേന്ദ്ര ഗവൺമെൻറ്റിന് മിനറൽ കോറിഡോർ, ഞാൻ പറഞ്ഞല്ലോ, ആകെ ലോകത്തുള്ള ഇത്തരം റെയർ എർത്തിൻ്റെ 5% ഇന്ത്യയിലുള്ളൂ. ആ ഇന്ത്യയിലുള്ളതിൻ്റെ ഭൂരിഭാഗവും കേരളത്തിലാണുള്ളതും. അപ്പം നാച്ചുറലി അതിൻ്റെ ഖനനമായിട്ട് ബന്ധപ്പെട്ട് കേന്ദ്ര ഗവൺമെൻറ് എടുക്കുന്ന തീരുമാനങ്ങൾ നമ്മെയും ബാധിച്ചേക്കാം. അതിനു മുൻപ് തന്നെ നമ്മുടെ വികസനത്തിന് സഹായകമായ രീതിയിൽ ആ റെയർ എർത്ത് കൈകാര്യം ചെയ്യണം എന്ന് അദ്ദേഹം തീരുമാനിച്ചാൽ അത് അങ്ങേയറ്റം സ്വാഗതാർഹമായ ഒരു തീരുമാനമാണ്. കാരണം ഈ കഴിഞ്ഞ കാലങ്ങളിലൊന്നും നമുക്ക് CMRL എന്താ ചെയ്യുന്നതെന്നറിയാം. CMRL ഇതേ കരിമണൽ തന്നെയാണ് ഇവിടെ നിന്ന് എക്സ്പ്ലോയിറ്റ് ചെയ്ത് കൊണ്ടുപോകുന്നത്. അപ്പോൾ ഈ റെയർ എർത്തിനൊരു പ്രത്യേകതയുണ്ട്. സാധാരണ മണൽ പോലെയോ അല്ലെങ്കിൽ കല്ല് പോലെ ക്വാറി പോലെയോ അല്ല. ക്വാറിയോ മണലോ ആണെങ്കിൽ അതിൻ്റെ റോയൽറ്റി കിട്ടേണ്ടത് സംസ്ഥാന ഗവൺമെൻറ്റിലേക്കാണ്. സംസ്ഥാന ഗവൺമെൻറ്റിന് അതിൻ്റെ റോയൽറ്റി കിട്ടും, സ്ഥലത്തെ പോലീസുകാർക്ക് കിട്ടും, സ്ഥലത്തെ രാഷ്ട്രീയക്കാർക്കും ഒക്കെ കിട്ടിയെന്നിരിക്കും. പക്ഷേ റെയർ എർത്ത് എന്ന് പറയുന്നത് മേജർ മിനറലാണ്. മേജർ മിനറൽ ആയതുകൊണ്ട് തന്നെ അതിൻ്റെ റോയൽറ്റി പോകുന്നത് കേന്ദ്ര ഗവൺമെൻറ്റിനാണ്. അപ്പോൾ ഈ സംസ്ഥാന ഗവൺമെൻറ്റിന് റോയൽറ്റിയോ ഒന്നും കിട്ടില്ലാത്ത സാഹചര്യത്തിലാണ് നമ്മൾ കാണുന്ന CMRLൻ്റെ കേസൊക്കെ ഇപ്പോൾ നടക്കുന്നത്. കാരണം ഇവിടുത്തെ സന്തോഷിപ്പിക്കേണ്ടവരെ സന്തോഷിപ്പിച്ചാൽ മാത്രമേ ഇത് ഖനനം ചെയ്ത് കൊണ്ടുപോകാൻ പറ്റൂ എന്ന കാരണം കൊണ്ടാണ് ആ CMRL കമ്പനി ഇങ്ങനെ ആവശ്യമില്ലാത്തവർക്കൊക്കെ കൈമടങ്ങ് കൊടുക്കുന്നത്, അക്കൗണ്ടിലേക്ക് പണം ഇട്ട്. അങ്ങനെ ഒരവസ്ഥ വരാതെ നമ്മുടെ ഇവിടുത്തെ ഈ കോറിഡോറിലെ പ്രധാനപ്പെട്ട മേഖലയായ കേരളത്തിലെ റെയർ എർത്ത് എക്സ്പ്ലോയിറ്റ് ചെയ്ത് വേണ്ട രീതിയിൽ, അതായത് ആഗോള വിപണിയിൽ നമ്മുടെ സാന്നിധ്യം അറിയിക്കത്തക്ക രീതിയിൽ, അതിൽ അദാനിയോ അംബാനിയോ വരേണ്ട ഒരു കാര്യവുമില്ല. അതല്ലാതെ നമുക്ക് ധാരാളം കോർപ്പറേറ്റുകളുണ്ട്. ഉദാഹരണത്തിന് കുഞ്ഞിക്കണ്ണൻ എന്താ ടാറ്റയെ പറ്റി ഓർക്കാത്ത? ഈ കരിമണൽ ഖനനത്തിന് ടാറ്റ വന്നാൽ അവരത് എങ്ങനെ എക്സ്പ്ലോയിറ്റ് ചെയ്യും? 1861 മുതൽ ഇവിടെ വ്യാവസായിക വളർച്ചയ്ക്ക് വേണ്ടി പ്രവർത്തിച്ച, ഇപ്പോഴും ലോകത്തെ ഒന്നാമത്തെ 10 ധനകരുടെ കൂട്ടത്തിൽ ടാറ്റ ഇല്ല. അങ്ങനെയുള്ള ടാറ്റ, അതായത് അവരെപ്പോഴും ഈ രാജ്യത്തിൻ്റെ വളർച്ച, അവരവരുടെ വളർച്ചയോടൊപ്പം രാജ്യത്തിൻ്റെ വളർച്ചയും കൂടി കാണുന്ന ടാറ്റ പോലെയുള്ള നല്ല കോർപ്പറേറ്റുകളും ഇന്ത്യയിലുണ്ട്. അപ്പോൾ അത്തരം കോർപ്പറേറ്റുകളെ ഉൾപ്പെടുത്തി ഇതിനെ എക്സ്പ്ലോയിറ്റ് ചെയ്താൽ കുഞ്ഞിക്കണ്ണൻ വിചാരിക്കുന്ന അപകടം ഉണ്ടാകില്ല. പക്ഷേ കുഞ്ഞിക്കണ്ണൻ പറഞ്ഞത് വളരെ ശ്രദ്ധയോടുകൂടി, അതായത് ഭരണപക്ഷത്തുള്ളവരും പ്രതിപക്ഷത്തുള്ളവരും കെയർഫുള്ളായിട്ടിരിക്കേണ്ട ഒരു കാര്യം തന്നെയാണ് കുഞ്ഞിക്കണ്ണൻ ചൂണ്ടിക്കാണിച്ചത്. അപ്പോൾ നമ്മൾ ഈ റെയർ എർത്ത്, അപ്പോൾ നമുക്ക് എന്താണെന്ന് വെച്ചാൽ ഈ കോറിഡോറിൽ വരാൻ പോകുന്ന വ്യവസായ സാഹചര്യങ്ങൾ ഈ റെയർ എർത്തിനെ എക്സ്പ്ലോയിറ്റ് ചെയ്ത് അതിനെ മണലായി റെയർ എർത്തായിട്ട് എക്സ്പോർട്ട് ചെയ്യാതെ അതിനെ ഇവിടെ തന്നെ വെച്ച് സംസ്കരിച്ച് ഏതൊക്കെ തരത്തിൽ അതിനൊക്കെ ഏതൊക്കെ ടെക്നോളജി ലഭ്യമാണ്, ഇതൊക്കെ ആലോചിച്ച് വളരെ കരുതലോടെ ചെയ്യേണ്ട ഒരു വ്യാവസായിക മേഖലയാണ്. ആ മേഖല ഇന്ത്യക്ക് വലിയ ഗുണം ചെയ്യും. അത് നമ്മൾ അനങ്ങാതിരിക്കുകയാണെങ്കിൽ കേന്ദ്ര ഗവൺമെൻറ് ഇപ്പോഴത്തെ രീതി അനുസരിച്ച് ഇതും കൂടി അങ്ങ് താങ്ങിക്കൊണ്ടുപോകുന്ന അവസ്ഥയിലേക്ക് എത്തും.
പിന്നെ ഈ ബജറ്റിനെ പറ്റി പറയുമ്പോൾ ഞാൻ ആ മിനറൽ കോറിഡോറിന് കൊടുക്കുന്ന ഇമ്പോർട്ടൻസ് ഞാൻ വളരെ നന്നായി കാണുകയാണ്. കാരണം കേരളത്തിൻ്റെ വികസനം അദ്ദേഹം, അതായത് ഈ വി.ഡി. സതീശൻ വളരെ കൃത്യമായിട്ട് മനസ്സിൽ കണ്ടാണ് ഇങ്ങനെ ഒരു പ്രോജക്റ്റുമായിട്ട് വന്നിരിക്കുന്നത് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അതിന് ബുദ്ധിമുട്ടുകൾ ഉണ്ടാകാതിരിക്കാൻ ഭരണപക്ഷത്തും പ്രതിപക്ഷത്തുമുള്ള ആൾക്കാർ ഇടപെടുന്നത് നല്ലത് തന്നെയാണ് താനും. അപ്പോൾ ഈ മിഷൻ സമുദ്രം എന്ന് പറയുന്നത് 590 കിലോമീറ്റർ കടൽ തീരമുള്ള കേരളം, ബ്ലൂ ഇക്കോണമിയുടെ അനന്ത സാധ്യതകളെ പറ്റി ഒരുപാട് അറിയാവുന്നവരാണ് മിസ്റ്റർ കുഞ്ഞിക്കണ്ണനും ഞാനും ഒക്കെ. ധാരാളം വായിച്ചും ഏതൊക്കെ രാജ്യങ്ങൾ ഇങ്ങനെ വികസിച്ചിട്ടുണ്ടെന്നാണ്. പക്ഷെ നമുക്ക് ഇതുകൊണ്ട് ഇതുവരെ വികസനം നേടാൻ പറ്റിയിട്ടില്ല കാര്യമായിട്ട്. നമ്മൾ കുറച്ച് സീ ഫിഷ് പിന്നെ എക്സ്പോർട്ട് ചെയ്യുന്നുണ്ട്, പിന്നെ കുറച്ച് റെയർ എർത്ത് പോകുന്നുണ്ട്. ഇന്നൊക്കെ അല്ലാതെ നമുക്ക് ഈ സമുദ്രമേഖലയുമായി ബന്ധപ്പെട്ട വികസനം ഉണ്ടായിട്ടില്ല. ലോകത്തിൻ്റെ ഇനി വികസനത്തിൻ്റെ ഏറ്റവും സാധ്യതകളുള്ള മേഖലയാണ് ബ്ലൂ ഇക്കോണമി എന്ന് പറയുന്നത്.